Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. LDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കണ്ടോന്താറിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ LDF ചരിത്ര വിജയം നേടുമെന്നും കേരള ജനത ഒന്നാകെ ആ ദൗത്യം ഏറ്റെടുത്തു കഴിഞ്ഞുവെന്നും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. ഗവൺമെന്റ് സ്വീകരിക്കുന്ന വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളും ഉപരോധിക്കുവാനും തടസ്സപ്പെടുത്തുവാനും പ്രാദേശിക സ്വയംഭരണ കഴിയും. അതുകൂടി ഒഴിവാക്കാൻ ആവശ്യമായ നിലയിലുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിന് ലളിതമായ മാർഗം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതികൾ അതാത് പ്രദേശങ്ങളിലും അധികാരമേൽക്കുവാനുള്ളത്. LDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കണ്ടോന്താറിൽ ചേർന്ന കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടി രാജൻ അധ്യക്ഷത വഹിച്ചു. EP ബാലൻ, VP സുഭാഷ്, NP ബാലകൃഷ്ണൻ, K കുമാരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ TV ചന്ദ്രൻ, ശ്രീകല ടീച്ചർ, NV പ്രസാദ് എന്നിവരെ മന്ത്രി ഹാരാർപ്പണം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് UDF തെരഞ്ഞെടുപ്പ് പൊതുയോഗവും സ്ഥാനാർത്ഥി സംഗമവും ആണ്ടാംകോവിലിൽ നടന്നു. പൊതുയോഗം മുൻ KPCC പ്രസിഡന്റ് K സുധാകരൻ MP ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് UDF തെരഞ്ഞെടുപ്പ് പൊതുയോഗവും സ്ഥാനാർത്ഥി സംഗമവും ആണ്ടാംകോവിലിൽ നടന്നു. പൊതുയോഗം മുൻ KPCC പ്രസിഡന്റ് K സുധാകരൻ MP ഉദ്ഘാടനം ചെയ്തു. ഈ നാട് കേരളം എന്ന് പറയുന്ന ഈ നാട് ഇത്രയും വർഷം പിണറായി വിജയൻ ഭരിച്ചിട്ടും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ ഓർമ്മ വേണം. എത്ര വർഷമായി അദ്ദേഹത്തിന്റെ ഭരണം എന്ത് നേട്ടമുണ്ടാക്കി? അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ ഒരു സ്തംഭം ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ടോ? ഇതിനു മുമ്പ് ഭരിച്ച മുഖ്യമന്ത്രിയുടെ ഉമ്മൻചാണ്ടി, CK കരുണാകരന്റെ ഒക്കെ കാലഘട്ടങ്ങളിൽ അവർ ഭരിക്കുന്ന ഓരോ കാലഘട്ടങ്ങളിലും എന്തെല്ലാം മാറ്റങ്ങളും പരിവർത്തനങ്ങളും അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് നേതാവ് അൻസാരി തിലങ്കേരി മുഖ്യ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ മാടായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് V രാജൻ അധ്യക്ഷത വഹിച്ചു. VT ശിവജി, K വിജയൻ, TP മുസ്തഫ, K ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. LDF നഗരസഭാ തെരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിച്ചു. ഗാന്ധി പാർക്കിൽ നടന്ന പൊതുയോഗം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. LDF പയ്യന്നൂർ നഗരസഭാതല തെരഞ്ഞെടുപ്പ് റാലി പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് നടന്നു. ഗാന്ധി പാർക്കിൽ നടന്ന പൊതുയോഗം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. V ബാലൻ അധ്യക്ഷനായി. CN ചന്ദ്രൻ, കാസിം ഇരിക്കൂർ, KK ജയപ്രകാശ്, MP മുരളി, അഡ്വക്കേറ്റ് P സന്തോഷ്, സരിൻ ശശി, KV ലളിത എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഫാസിസ്റ്റുകളുടെ കടുത്ത ഇടപെടലുകൾക്കിടയിലും മതേതര മൂല്യം ജനമനസ്സുകളിൽ നിലനിൽക്കുന്നത് കാരണമാണ് നാട് ഐക്യത്തോടെ മുന്നോട്ടു പോകുന്നതെന്ന് CPM ജനറൽ സെക്രട്ടറി CP ജോൺ അഭിപ്രായപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് പിലിക്കോട് ഡിവിഷൻ UDF കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ ഗൗരവത്തോടെ കാണുന്നുവെന്നത് അതിന്റെ പ്രാധാന്യവും അധികാരവും മനസ്സിലാക്കിയാണെന്ന് CP ജോൺ പറഞ്ഞു. ശബരിമലയിലെ സ്വർണം കടത്തിയ കേസിൽ ഉൾപ്പെട്ട ചിലരെ മാത്രം അറസ്റ്റ് ചെയ്തു. ബാക്കിയുള്ള പ്രമുഖർക്കെതിരെ നടപടിയെടുക്കാൻ പിണറായി സർക്കാർ എന്തിനാണ് മടികാട്ടുന്നത്? നഷ്ടപ്പെട്ട ദ്വാരപാലക വിഗ്രഹം പൊതിഞ്ഞ സ്വർണം ഇനിയും കണ്ടെത്താനായിട്ടില്ല. ഇത് കണ്ടെത്തിയാൽ പലരുടെയും പൊയ്മുഖം അഴിഞ്ഞു വീഴും. അതിനാലാണ് അന്വേഷണ ഏജൻസികൾ നടപടികളിൽ അമാന്തം കാട്ടുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. കുടുംബയോഗത്തിൽ MP മനോഹരൻ അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, KDP ജില്ലാ പ്രസിഡന്റ് രവി കുളങ്ങര, CMP കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ VK രവീന്ദ്രൻ, N അപ്പു, PK വിനയകുമാർ, പിലിക്കോട് ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി കരിമ്പിൽ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളെയും CP ജോൺ കുടുംബയോഗത്തിൽ പരിചയപ്പെടുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. LDF കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിച്ചു. ചന്തപുരയിൽ നടന്ന പൊതുയോഗം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TA മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു.
LDF കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിച്ചു. കണ്ടോന്താർ കേന്ദ്രീകരിച്ച് ചന്തപുരയിലേക്ക് നടന്ന ബഹുജന പ്രകടനത്തിൽ നിരവധി പേർ അണിനിരന്നു. തുടർന്ന് നടന്ന പൊതുയോഗം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. T രാജൻ അധ്യക്ഷനായി. LDF നേതാക്കളായ K പത്മനാഭൻ, ശ്രീജിത്ത് കുഞ്ഞുമംഗലം, EP ബാലൻ, B അബ്ദുള്ള, PP പ്രകാശൻ, TV ചന്ദ്രൻ, ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ നഗരസഭയിലെ കൗവായിൽ പുഴയോരം കയ്യേറി സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തുന്നതായി പരാതി. മത്സ്യത്തൊഴിലാളികൾ ആശങ്കയിൽ വർഷങ്ങൾക്ക് മുൻപേ തങ്ങൾക്ക് പതിച്ചു കിട്ടിയ സ്ഥലമാണ് നികത്തുന്നതെന്നാണ് ഭൂമിയുടെ ഉടമസ്ഥർ അവകാശപ്പെടുന്നത്. പയ്യന്നൂർ നഗരസഭയിലെ കൗവായിൽ അരയ സമുദായ ശ്മശാനത്തിന് സമീപത്താണ് പുഴയോര പ്രദേശം ചരൽമണ്ണും മറ്റും ഉപയോഗിച്ച് പറമ്പാക്കി മാറ്റുന്ന പ്രവൃത്തി വ്യാപകമായി നടക്കുന്നത്. ലോഡ് കണക്കിന് മണ്ണാണ് ഇതിനോടകം പുഴയോരം നികത്തുന്നതിനായി ഉപയോഗിച്ചിട്ടുള്ളത്. പുഴയുടെ സ്വാഭാവിക ഒഴുക്കിനെയും ആവാസ വ്യവസ്ഥയും ബാധിക്കുന്ന ഈ നടപടിയിൽ പ്രദേശവാസികളും മത്സ്യത്തൊഴിലാളികളും കൗവായി അരയ സമാജവും ആശങ്കയിലാണ്. പുഴയിൽ നിന്ന് മത്സ്യം പിടിച്ച് ഉപജീവനം നടത്തുന്ന നിരവധി പേർ കൗവായി മേഖലയിലുണ്ട്. പുഴയോരം കയ്യേറി നികത്തുന്നത് മത്സ്യബന്ധനത്തെ സാരമായി ബാധിക്കുമെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. വർഷങ്ങളായിട്ട് കിടക്കുന്ന ഒരു പുഴയാണ്. ഈ പുഴയിൽ വെച്ചിട്ടാണ് എല്ലാ സമുദായക്കാരും മത്സ്യം പിടിച്ചിട്ട് അവരെ ഉപജീവന മാർഗം നടത്തുന്നത്. ആ പുഴ ഇതൊരു പൊതുവായിട്ടുള്ളൊരു പുഴയാണ്. ആ പുഴ ഇപ്പോൾ ഒരു വ്യക്തി മണ്ണിട്ട് നികത്തിയിട്ട് അവർ പറമ്പാക്കി മാറ്റുകയാണ്. അപ്പം ഇതിൻ്റെ പിന്നിൽ എന്താ കളിക്കുന്നതെന്നറിയില്ല. അപ്പം ഇതിപ്പോൾ ഞങ്ങൾ യാദൃശ്ചികമായിട്ട് തൊട്ടടുത്ത് ഞങ്ങളുടെ ഒരു ശ്മശാനമുണ്ട്. ആ ശ്മശാനത്തിൻ്റെ ഒരു വർക്ക് നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഇത് കണ്ടത്. അപ്പം ഞങ്ങൾ ഇതിനെക്കുറിച്ച് അവർ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇത് വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് രേഖയും അതും ഇതൊക്കെ കിട്ടിയാണ്, പതിച്ച് കിട്ടിയാണ്. ഇനി നിങ്ങൾ എന്ത് വിചാരിച്ചാൽ നടക്കില്ല, ഞങ്ങൾ തുടങ്ങി വെച്ച പണി ഞങ്ങളിത് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ അവരൊരു 10-25 ലോറി മണ്ണിട്ടിട്ട് പുഴയിൽ നികത്തിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ രാവിലെ വരുമ്പോഴേക്ക് ആ മണൽ മുഴുവനും പുഴയിൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. വർഷങ്ങൾക്ക് മുൻപേ തങ്ങൾക്ക് പതിച്ചു കിട്ടിയ സ്ഥലമാണ് നികത്തുന്നതെന്നാണ് ഭൂമിയുടെ ഉടമസ്ഥർ അവകാശപ്പെടുന്നത്. എന്നാൽ ഇത് പുഴയുടെ ഭാഗമാണെന്നും തീരദേശ നിയമങ്ങൾ ലംഘിച്ചാണ് നികത്തൽ നടക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു. കൗവായി അരയ സമാജത്തിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് 2 വാക്കുകൾ. ഈ പ്രദേശത്ത് ഇപ്പം നികത്താൻ തുടങ്ങിയിട്ട് ഒരു 7 വർഷമായി. ഇതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു ചെമ്മീൻ ഇത് ഉണ്ടാക്കാനായിട്ട് മുമ്പ് ഇവിടെ കുറേ ഇതിൻ്റെ ഈ വഴി മുട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ എതിർത്ത് അന്ന് മാറ്റുകയുണ്ടായത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇവിടെ മണ്ണിട്ട് നികത്തുന്നതായിട്ട് കാണുന്നത്. ഇതിനിപ്പോൾ നാട്ടുകാർ ഇത് ഇങ്ങനെ എതിർപ്പ് പ്രകടിപ്പിച്ചില്ലെങ്കിൽ തുടർന്നുകൊണ്ട് തന്നെ പോട്ടായിരുന്നു. ഇപ്പോൾ നാട്ടിലെ ഈ കൗവായിലെ ഈ അരയ സമാജത്തിൻ്റെ ഈ എതിർപ്പും മറ്റുള്ള ആൾക്കാരുടെ എതിർപ്പും കൊണ്ടാണ് ഇപ്പോൾ തൽക്കാലം നിർത്തിവെച്ചിട്ടുണ്ടോ എന്നറിയില്ല. അത് മുനിസിപ്പാലിറ്റിയും പരിസ്ഥിതി പ്രവർത്തകരും ഇടപെട്ടിട്ട് എത്രയും പെട്ടെന്ന് അതിന് വേണ്ട ഇത് നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് സംബന്ധിച്ച് അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെയും കൗവായി അരയ സമാജത്തിന്റെയും ആവശ്യം. ഈ വിഷയത്തിൽ പയ്യന്നൂർ നഗരസഭയുടെയും റവന്യൂ വകുപ്പിന്റെയും പ്രതികരണം ലഭ്യമായിട്ടില്ല. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുകുന്ന് പഞ്ചായത്തിലെ 14-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ഷമൽ P ഏറെ വിജയപ്രതീക്ഷയിലാണ്. ആവേശത്തോടെയാണ് ഷമൽ പ്രവർത്തകരോടൊപ്പം വീട് കയറി പ്രചരണം നടത്തുന്നത്. ചെറുകുന്ന് പഞ്ചായത്തിലെ പള്ളിക്കര, താവം പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന 14-ാം വാർഡ് നിലവിൽ ഇടതുപക്ഷത്തിന്റെ കൈകളിലാണ്. ഇത്തവണ ചരിത്രം മാറ്റാനുള്ള ഒരുക്കങ്ങളാണ് പള്ളിക്കരയിൽ UDF ആസൂത്രണം ചെയ്യുന്നത്. നാടിന്റെ പൊതുപ്രവർത്തനങ്ങൾ പറഞ്ഞാണ് അവർ വോട്ടർമാരെ കാണുന്നത്. പള്ളിക്കരയിലെ ജനങ്ങൾ വർഷങ്ങളായി നേരിടുന്ന പ്രശ്നമാണ് ഉപ്പുവെള്ളക്കെടുതി, അതുപോലെ മാലിന്യ പ്രശ്നം. ഇതൊക്കെ ഉയർത്തിക്കാട്ടിയാണ് UDFന്റെ പ്രചരണം. നമ്മുടെ പടിഞ്ഞാറ് കൊച്ചിക്കാറ ഭാഗം, അതുപോലെ തന്നെ എൻ്റെ വീട്ടിന്റെ ഭാഗത്തെല്ലാം കഴിഞ്ഞ മഴേന്റെ സമയം നല്ലോണം ഉപ്പുവെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ പരിഹാരമായിട്ട് നമ്മൾ പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. പഞ്ചായത്ത് അവിടെ ഒരു ലോഡ് മണ്ണ് കൊണ്ടുവന്ന് ഇറക്കിയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ നല്ലോണം ഉപ്പുവെള്ളം കയറിയിട്ടുണ്ട്. ആ ഭാഗത്തിലെ പ്രശ്നപരിഹാരങ്ങൾ എന്തായാലും അധികൃതർ കണ്ട് അതിനുള്ളൊരു നടപടി എന്തായാലും തീർച്ചയായിട്ടും എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പള്ളിക്കരയിൽ ഉൾപ്പെടെ ചെറുകുന്നിൽ മികച്ച നേട്ടം കൈവരിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പഴയങ്ങാടി താവം മേൽപ്പാലത്തിലെ കുഴികളിലെ കമ്പികൾ മുറിച്ചുമാറ്റി കുഴിയടച്ചു. നിരവധി വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു. പിലാത്തറ പാപ്പനിശ്ശേരി KSTP റോഡിൽ താവം മേൽപ്പാലത്തിൽ വലിയ കുഴികൾ രൂപപ്പെട്ട് കമ്പികൾ പുറന്തള്ളിയ നിലയിലായിരുന്നു. നിരവധി വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം കുഴിയിൽ വീണ് ഇന്നോവ കാറിന്റെ 2 ടയറുകളാണ് പൊട്ടിയത്. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ പാലത്തിലെ കുഴികൾക്ക് മുകളിൽ തള്ളി നിൽക്കുന്ന കമ്പി മുറിച്ചു മാറ്റി കഴിഞ്ഞ ദിവസം രാത്രി താൽക്കാലികമായി കുഴി അടക്കുകയും ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
ജില്ലാ പഞ്ചായത്ത് ചെറുവത്തൂർ ഡിവിഷൻ ഐക്യജനാധിപത്യ മുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥി VM സാന്ദ്ര തീരമേഖലയിൽ വോട്ട് തേടി പര്യടനം നടത്തി. വലിയപറമ്പ് പഞ്ചായത്തിലെ മാടക്കാലിൽ കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്തു. വലിയപറമ്പ് പഞ്ചായത്തിന്റെ ഉപദ്വീപായ മാടക്കാലിലാണ് പര്യടന പരിപാടിക്ക് തുടക്കമിട്ടത്. കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ പര്യടനം ഉദ്ഘാടനം ചെയ്തു. MK മുഹമ്മദ് അലി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. MT അബ്ദുൽ ജബ്ബാർ, ഉസ്മാൻ പാണ്ഡ്യാല, ബൈജു മാടക്കാൽ, ഷെരീഫ് മാടാപ്പുറം, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി VM സാന്ദ്ര എന്നിവർ സംസാരിച്ചു. വലിയപറമ്പ് പഞ്ചായത്തിലെ 10 കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. വൈകുന്നേരം മാവില കടപ്പുറം പാലത്തിനടുത്ത് സമാപിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ UDF നേതാക്കൾ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. മഴ മാറി ചൂട് കൂടിയതോടെ വഴിയോരങ്ങളിൽ കരിമ്പിൻ ജ്യൂസ് കേന്ദ്രങ്ങളും സജീവമായി. ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധ ഇവിടേക്ക് പതിഞ്ഞ് ഇത്തരം കേന്ദ്രങ്ങളുടെ ശുദ്ധി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മഴ മാറി ചൂടെത്തിയതോടെ വഴിയോരങ്ങളിൽ കരിമ്പിൻ ജ്യൂസ് കേന്ദ്രങ്ങളും വ്യാപകമായി. ഇത്തരം കേന്ദ്രങ്ങളിൽ മിക്കയിടങ്ങളിലും അനാരോഗ്യ ഇടങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഐസാണ് ഉപയോഗിക്കുന്നത്. ഇത് എവിടെ നിന്ന് കൊണ്ടുവരുന്നെന്നോ ഇതിൻ്റെ ശുദ്ധി ഉറപ്പാക്കാനോ പലപ്പോഴും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല. പേരിന് ചിലയിടങ്ങളിൽ പരിശോധന ഉണ്ടെന്ന് മാത്രം. വിജനമായ സ്ഥലങ്ങളിൽ പോലും ഇത്തരം ജ്യൂസ് വിൽപ്പന കേന്ദ്രങ്ങൾ കാണാം. ഇവിടെ ആവശ്യമായി വരുന്ന വെള്ളം എവിടെ നിന്നാണ് കൊണ്ടുവരുന്നതെന്ന് അജ്ഞാതമാണ്. പലർക്കും വയറിന് അസുഖങ്ങൾ പിടിപെട്ടതായി അറിയുന്നു. എത്രയും പെട്ടെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ ഇത്തരം കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി ഇതിന്റെ ശുദ്ധി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ് കരുവള്ളൂർ. കാങ്കോൽ ചീമേനി റോഡിൽ പാനോത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രം കയ്യേറിയ നിലയിൽ. നടപ്പാതയിൽ സ്വകാര്യ വ്യക്തി ബോർഡ് സ്ഥാപിച്ചതും ഇവിടെ കാണാം. കാങ്കോൽ ചീമേനി റോഡിൽ പാനോത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രം കയ്യേറിയ നിലയിൽ. ഇവിടേക്ക് കയറുക ഏറെ പ്രയാസമാണ്. കേബിൾ ഇടാനെടുത്ത കുഴി എങ്ങനെയൊക്കെ മൂടി അവർ പോയി. കല്ലും മണ്ണും കൂട്ടിയിട്ടിരിക്കുന്നത് മൂലം ഇവിടേക്ക് കയറുക പ്രയാസമാണ്. ഒപ്പം തന്നെ അടുത്തുള്ള കടയുടമസ്ഥൻ തന്റെ കടയുടെ ബോർഡും നടപ്പാതയിൽ സ്ഥാപിച്ചതായി കാണാം. തൊട്ടടുത്ത് തന്നെ സ്കൂളും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത് കാരണം ബസ് കാത്തിരിപ്പ് കേന്ദ്രം യാത്രക്കാർക്ക് ഉപയോഗിക്കാൻ സാധിക്കാത്ത രീതിയിലാണുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ് കരുവള്ളൂർ. വീട്ടുമുറ്റത്ത് ചെടി പോലെ വളർത്താൻ സാധിക്കുന്ന ഒന്നാണ് ചതുരപ്പയർ. ഒരു ചെലവുമില്ലാതെ നല്ലൊരു പച്ചക്കറിയും വിളവെടുക്കാം. വീട്ടുമുറ്റത്ത് ഒരു ചെലവുമില്ലാതെ വളർത്താൻ പറ്റിയ ഒരു പച്ചക്കറിയെ നാം കാണാതെ പോവുകയാണ്. അത്തരത്തിലുള്ള പയർവർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ചതുരപ്പയർ. പോഷകസമൃദ്ധമായ ഈ ചെടിയുടെ കൃഷി കേരളത്തിൽ പക്ഷേ തീരെ ഇല്ലെന്ന് തന്നെ പറയാം. ഏത് കാലാവസ്ഥയിലും വിളവ് ലഭിക്കുന്ന ഒന്നാണ് ചതുരപ്പയർ. വിത്ത് പാകി 6 മാസത്തിനകം പൂക്കൾ വിരിഞ്ഞു തുടങ്ങും. ചതുരാകൃതിയിലുള്ള ഈ പയറിന്റെ രൂപം മൂലമാണ് ഇതിന് ചതുരപ്പയർ എന്ന പേര് ലഭിച്ചത്. ചതുരപ്പയറിന് 15 സെന്റിമീറ്റർ ശരാശരി വലിപ്പമുണ്ടാകും. സമൂലം ഭക്ഷ്യയോഗ്യമാണ്. വീട്ടുവളപ്പിൽ വളർത്താൻ പറ്റിയതാണ് ഈ ചെടി. മാംസ്യത്തിന്റെ കലവറയാണ് ചതുരപ്പയർ. ഇറച്ചിപ്പയർ എന്നും ഇത് അറിയപ്പെടുന്നു. കീടശല്യം പൊതുവെ കുറവായിട്ടാണ് കാണപ്പെടുന്നത്. ചതുരപ്പയർ കായ്ക്കുന്ന സമയമാണ് ഇപ്പോൾ. ഈ നവംബർ മാസത്തിൽ ഇതിൽ വിളവെടുക്കേണ്ട സമയമാണ്. രോഗകീടങ്ങളില്ലാത്ത മാംസ്യം ധാരാളം അടങ്ങിയ ഒന്നാണ് ഈ ചതുരപ്പയർ. ചതുരപ്പയറിന് രോഗകീടങ്ങൾ കുറവാണ്. ചതുരപ്പയർ കൃഷിയിൽ ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ള ജൈവവളങ്ങൾ മാത്രമാണ്. ഇപ്രാവശ്യം ധാരാളം നല്ല വിളവ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൊളസ്ട്രോൾ ചതുരപ്പയറിൽ തീരെയില്ല. എന്നാൽ മറ്റു ഗുണങ്ങൾ ഏറെയാണ് താനും. നെറ്റ്വർക്ക് ന്യൂസ് കരുവള്ളൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.